നമ്മൾ ശ്രീ രാജു പി നായരിലേക്കും ടി പി മാഷിലേക്കും ശ്രീ രാജു പി നായർ, ഞാനിപ്പോൾ ശ്രീനഗറിലാണ്. ഇവിടെ നടന്ന് കാണുകയായിരുന്നു, കേൾക്കുകയായിരുന്നു ഇവരുടെ പ്രതികരണം. ഇവിടെ വല്ലാത്തൊരു മൂഡ്, വല്ലാത്തൊരവസ്ഥ ഇവിടുത്തെ ആൾക്കാർക്കിടയിലും ഒക്കെ ഉണ്ട്. രാജു പി നായർ, നമ്മൾ സൈനികമായ പരിഹാരം നൽകിയേ മതിയാവുകയുള്ളൂ. തിരിച്ചടി നൽകുക എന്നതിനപ്പുറം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ജമ്മു കാശ്മീരി അയാൾ പറയുന്നത് പോലെ തിരിച്ചടി എന്നതിനപ്പുറം നമ്മുടെ നിരപരാധികളെ കൊന്നവരെ തിരിച്ചു കൊല്ലുക എന്നത് മാത്രമാണ് പരിഹാരം. അവിടെ ഈ പറയുന്ന അഹിംസ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല. നയതന്ത്രത്തിൽ തിരിച്ചടി ഉണ്ടാവണം. അതൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടായേ മതിയാവൂ എന്ന് പറയുമ്പോൾ പോലും ആരാണ് ഈ ഭീകരാക്രമണത്തിന്റെ, ആരാണ് ഇത്രയധികം നിരപരാധികളുടെ മരണത്തിലേക്ക് നയിച്ച ഈ സംഭവങ്ങൾക്ക് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? ഹു ഈസ് അക്കൗണ്ടബിൾ എന്ന ചോദ്യം കുറച്ചുകൂടി ഉച്ചത്തിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് ആലോചനയുണ്ടോ? രാജു പി നായർ. ഹാഷ്മി, ഒരു കാര്യം പറയാം. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യം എടുക്കുന്ന, സർക്കാർ എടുക്കുന്ന, ഇതിന് മറുപടി കൊടുക്കുന്നതിന് വേണ്ടി എടുക്കുന്ന ഏത് തീരുമാനത്തോടും പ്രതിപക്ഷം യോജിച്ച് നിൽക്കുകയാണ്. അത് ഏത് തീരുമാനം എന്നുള്ളത് സർക്കാരിൻ്റെ സർക്കാരിൻ്റെ ഒരു വിസ്ഡത്തിന് വിടുകയാണ്. സർക്കാർ വിസ്ഡത്തിനനുസരിച്ച് എടുക്കുന്ന ഏത് തീരുമാനവും അത് എപ്പോഴെടുക്കണമെന്ന് തന്നെ സർക്കാർ തീരുമാനിച്ചോട്ടെ. അതിന് പരിപൂർണമായിട്ടുള്ള പിന്തുണ അത് നൽകുകയാണ്. പിന്നെ അങ്ങ് അഹിംസ എന്നുദ്ദേശിച്ചത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായ ഒരു ലൈനിനെ കൂടിയാണ്. തീർച്ചയായിട്ടും അഹിംസയിൽ കോൺഗ്രസ് വിശ്വസിക്കുമ്പോൾ തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ അത് അഹിംസയല്ല, ധർമ്മമാണ് പ്രധാനം. ധർമ്മം എന്ന് പറയുന്നത് ഈ ദ ഡിഫിക്കൽട്ടി ഓഫ് ബീങ് ഗുഡ് എന്നുള്ളൊരു ബുക്കിൽ ഗുരുചരൺ ദാസ് പറയുന്നുണ്ട്. ധർമ്മ ഈസ് സട്ടിൽ. ധർമ്മ എന്ന് പറയുന്നത് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ്. ഇന്ന് ഈ രാജ്യത്തിൻ്റെ ധർമ്മം, ഈ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ച, ഈ രാജ്യത്തിന് മുറിവേൽപ്പിച്ച ആ തീവ്രവാദികളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിന് സ്പോൺസർ ചെയ്യുന്ന രാജ്യം പാകിസ്ഥാനാണെങ്കിൽ ആ പാകിസ്ഥാനെ ആക്രമിക്കുക എന്നുള്ളതും ആ പാകിസ്ഥാന് ശക്തമായ മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ രാജ്യത്തിൻ്റെ ധർമ്മം. അതുകൊണ്ട് ആ രാജ്യത്തിൻ്റെ ധർമ്മത്തോടൊപ്പം തന്നെയാണ് കോൺഗ്രസ് നിലനിൽക്കുന്നത്. പിന്നെ അങ്ങ് ചോദിച്ച ചോദ്യം ഏറ്റവും ഉച്ചത്തിൽ ചോദിക്കേണ്ട സമയം കൂടിയാണ്. ഇപ്പോൾ ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഈ 7 പേര് വന്ന് റാൻഡം ഫയറിംഗ് ഉൾപ്പെടെ നടത്തി ഇത്രയും പേരെ കൊന്നതിനു ശേഷം അവർ ആ സീൻ രക്ഷപ്പെട്ട് അവർ പോയിരിക്കുന്നു. 3 ദിവസമാകുന്നു. ഇതുവരെ നമുക്ക് അവരെ കണ്ടുപിടിക്കാനോ നമുക്ക് അവരെ കൊല്ലാനോ അല്ലെങ്കിൽ അവരെ നേരിടാനോ നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ പെഹൽഗാം പോലെ ഇത്രമാത്രം സെൻസിറ്റീവ് ആയിട്ടുള്ള, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയിൽ സുരക്ഷാ സൈനികരുടെ സാന്നിധ്യമില്ലാതെ ഉണ്ടായ സെക്യൂരിറ്റി വീഴ്ചകളുണ്ട്. ആ വീഴ്ചകളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിനകത്ത് അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ നമ്മൾ ഉത്തരവാദിത്തം പറയിപ്പിക്കേണ്ട സാഹചര്യം കൂടിയുണ്ട്. നമുക്കെപ്പോഴും ആ ഉത്തരവാദിത്തം മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ല. എന്നെല്ലാം ഈ ഇത്തരത്തിലുള്ള ഈ വീഴ്ചകളുടെ ഉത്തരവാദിത്വം ഏൽക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോഴും അന്നെല്ലാം ഈ സർക്കാർ അതിൽ നിന്ന് ഒളിച്ചോടുക, അതിതീവ്ര ദേശീയത മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ സർക്കാരിനെ ചോദ്യം ചെയ്താൽ അത് രാജ്യദ്രോഹമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണം അഴിച്ചു വിട്ടുകൊണ്ട് സർക്കാരിൻ്റെ ഉത്തരവാദിത്വവും സർക്കാർ ഈ ജനങ്ങളോട് പറയേണ്ട മറുപടിയും മറച്ചു വെക്കാൻ ശ്രമിക്കുക. അതെല്ലാ കാലത്തും ഞാൻ നോക്കട്ടെ, പുൽവാമ 2019 ഉണ്ടായത്. 2019 പുൽവാമ ഉണ്ടായതിനു ശേഷം 6 വർഷം കഴിഞ്ഞിട്ടും ഈ സർക്കാരിൽ നിന്ന് നമുക്ക് അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള മറുപടി ലഭിച്ചിട്ടില്ല. ഈ സർക്കാരിൻ്റെ തന്നെ ഭാഗമായിരുന്ന ജമ്മു കാശ്മീരിൻ്റെ ഗവർണറായിരുന്ന ആൾ ഉൾപ്പെടെ അതിൽ ഏറ്റവും ഗൗരവതരമായ ആരോപണം ഉന്നയിച്ചിട്ട് പോലും ഇന്ത്യൻ ഗവൺമെൻറ് അതിനെ സംബന്ധിച്ച് ഒരക്ഷരം മിണ്ടാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ലല്ലോ, പാർലമെൻറ്റിൽ ആക്രമണം നടന്നു. പാർലമെൻറ്റിൽ ആക്രമണം വലിയ ഭീകരമായിട്ടുള്ള, ആർക്കും പരിക്കേൽക്കുന്ന ഒരു ആക്രമണമൊന്നും ആയിരുന്നില്ല. പക്ഷേ ആ ആക്രമണം നടന്നതിന് ശേഷം പാർലമെൻറ്റിൽ തന്നെ പ്രതിപക്ഷം ഇത് സംബന്ധിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തണമെന്ന് പറഞ്ഞിട്ട് പോലും ആ സ്റ്റേറ്റ്മെൻറ്റ് പോലും നടത്താതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയവരാണ്. അപ്പോഴെല്ലാം ഇവർ ഉന്നയിക്കുന്നത് ഇതാ ഇന്ത്യൻ രാജ്യത്തോട് ഇത്തരത്തിലുള്ള ഭീകരാക്രമണം നടക്കുമ്പോൾ രാജ്യത്തോട് ചോദിക്കുന്നത് അത് വലിയ പാതകമാണെന്നും ദേശദ്രോഹമാണെന്നും വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഗവൺമെൻറ്റുകൾ പുൽവാമ ഉണ്ടായപ്പോഴും ഉറിയും പത്താൻകോട്ട് ഉണ്ടായപ്പോഴും തുടർച്ചയായിട്ട് ജമ്മു കാശ്മീരിൽ നമ്മുടെ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ, പോസ്റ്റുകൾക്കെതിരെ ആക്രമണവും അവിടെ നമ്മുടെ ധീര സൈനികർ രക്തസാക്ഷിത്വം വരിക്കുമ്പോഴുമെല്ലാം നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾക്ക് ഇത്തരത്തിലൊരു ചർച്ച നടത്തേണ്ടി വരില്ലായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കേന്ദ്രത്തിൻ്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശമാണ് അത്, കേന്ദ്രഭരണ പ്രദേശമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് നേരിട്ട് ഉത്തരവാദിത്തമുള്ള പ്രദേശമാണ്. അവിടെ ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി വീഴ്ച ഉണ്ടായി
എന്നുള്ളത് പറഞ്ഞല്ലോ. എന്തായാലും സർക്കാർ തന്നെ സമ്മതിച്ചു കഴിഞ്ഞല്ലോ ഇന്നലത്തെ സർവകക്ഷി യോഗത്തിൽ. ആ സർവകക്ഷി യോഗത്തിനകത്ത് വെച്ച് ഇതിനെ സംബന്ധിച്ച് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കേന്ദ്രം തന്നെ സമ്മതിക്കുമ്പോൾ എന്ത് നടപടി എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ചർച്ചകൾ ആവശ്യമല്ലേ? പുൽവാമ ഉണ്ടായതിനു ശേഷം എന്ത് നടപടി സൈന്യത്തിനകത്തും ഉറപ്പായും പ്രധാന ചോദ്യമാണ് അജിബ് നായർ എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ നമ്മൾ രാഷ്ട്രീയമായി ഉന്നയിക്കൽ പ്രധാനം. ഇവരെ ഇപ്പം നമ്മുടെ നാട്ടിൽ എല്ലാത്തിലും രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം ഉന്നയിക്കുന്നതിൽ ഒപ്പം തന്നെ ഇനി ഇത്തരത്തിലൊരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ ആ ചോദ്യങ്ങൾ ഉറക്കെ ചോദിക്കേണ്ടതും അതിന് കാരണക്കാരായവരെ എതിരെ നടപടി ഉണ്ടാവേണ്ടതും ഒക്കെ അനിവാര്യമായ കാര്യങ്ങൾ തന്നെയാണ് ഈ രാത്രി.